മറ്റത്തെ കത്തനാര് സുമതി വളവ് എടുത്ത് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്തിനാണ് 22 കോടി രൂപ ആയത്? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് കുറേ പേഴ്സണൽ മെസ്സേജ് എനിക്ക് വന്ന്, അതായത് എനിക്ക് സിനിമയെക്കുറിച്ച് എന്തറിയാം. അപ്പം എനിക്ക് മനസ്സിലായി ഈ സുമതി വളവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആളാവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിച്ച ഡയലോഗ്സ് ആണെന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായി. അപ്പൊ സുമതി വളവന്റെ 22 കോടി രൂപയ്ക്ക് തീർന്നത് ഇപ്പം പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സുമതി വളവന്റെ ആ വളവ് നോക്കാനായിട്ട് 10-60 ലക്ഷം രൂപ ചെലവായി കാണും. പക്ഷെ 10-30 ലക്ഷം രൂപ ആയപ്പോഴത്തേക്ക് ഫണ്ട് ഇല്ലാതെ അത് നിർത്തിവെച്ചു. അതുകൊണ്ടാണ് ആ സുമതി വളവെന്ന് തന്നെ വന്നത്. അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ കാണാൻ പോയത്, അപ്പൊ 22 കോടി രൂപ ആയതിന്റെ ചരിത്രം പറയാണ്. ലൊക്കേഷൻ അവർ കാണാൻ പോയത് പെർ ഡേ 1 ലക്ഷം രൂപ ഉള്ള റോൾസ് റോയ്സ് വാടകയ്ക്ക് എടുത്തിട്ടായിരിക്കാം. അപ്പൊ റോൾസ് റോയ്സ് ഈ സുമതി വളവിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ ലൊക്കേഷൻ 26 ലൊക്കേഷൻ പോയിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഈ സുമതി വളവിന്റെ ലൊക്കേഷനിൽ പോകാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ വണ്ടി കയറിയില്ല, റോൾസ് റോയ്സ് ആയതുകൊണ്ട് കയറി കാണത്തില്ല. അപ്പൊ അവരിപ്പം ഉടനെ ഡയറക്ടർ പറഞ്ഞു നമുക്കത് മോളിൽ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ അവരായിരിക്കും പറഞ്ഞത് മോളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ വേണ്ടി വരും. അങ്ങനെ 45 ലക്ഷം രൂപയ്ക്ക് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത്. അപ്പോൾ അങ്ങനെ മോളിൽ പോയി ലൊക്കേഷൻ കാണാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കുറച്ച് പൈസ പോയി. പിന്നെ അവര് ചിലവാക്കി നിന്ന് 26 ലൊക്കേഷൻ അവര് ഈ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്യുന്നവർ പറയുന്നു. അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ അവർ 250 ലൊക്കേഷനിൽ പോയി കാണും. അപ്പോൾ ഒരു ദിവസം 2 ലക്ഷം രൂപ ലൊക്കേഷൻ ചില സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത് പോയത് വേറെ, അല്ലാതെ നോർമലി ചുമ സ്ഥലങ്ങൾ അല്ലാതെ എടുത്തിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അവർ പോയേക്കുന്ന കണക്ക് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 200-200 ലൊക്കേഷനിൽ പോയി കാണും. ഈ ഒരു കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത്. അപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനെ ഏകദേശം ഒരു പെർ ഡേ ഒരു 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു 10-250 ലൊക്കേഷനിൽ പോകുമ്പോൾ എങ്ങനെയൊക്കെയാലും ഒരു 3-3.5 കോടി രൂപ തീർന്നു. പൈസ തീർന്ന വഴികളാണ് ഞാൻ ഈ പറയുന്നത്, ഇവർ പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ. അതല്ല ഇനി അവര് നേരെ ചൊവ്വയാ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് 26 ലൊക്കേഷൻ പറയുമ്പോൾ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ പണ്ട് ഈ കടമറ്റത്തെ കത്തനാർ എന്നുള്ള ഏഷ്യാനകത്ത് സീരിയൽ വരുമായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. ആ സീരിയൽ എടുക്കാൻ പോലും വേറെ നിസാര പൈസക്കാണ്, അതായത് അത്രയും ക്വാളിറ്റി ആയിട്ട് അത്രയൊക്കെ ക്വാളിറ്റിയേ ഉള്ളൂ ഈ സുമതി വളവ് എന്ന് പറഞ്ഞാൽ. ഈ സുമതി വളവിന് ചെലവായേക്കുന്ന ഫണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കടമറ്റ കത്തനകത്ത് പ്രയത്നം കാണിക്കുന്നില്ലേ, അത് അങ്ങനത്തെ ഈ ഇതുപോലത്തെ സാധാ സിറ്റുവേഷൻ എല്ലാം കാണിക്കുന്നില്ലേ. കടമറ്റത്തെ കത്തനാര് സുമതി വളവ് എടുത്ത് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്തിനാണ് 22 കോടി രൂപ ആയത്? അപ്പൊ ഇവർ 22 കോടി രൂപ ആയത് എന്ന് പറഞ്ഞത് ഇപ്പം ഇപ്പൊ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ 13 കോടി രൂപ ആയുള്ളത്. എടാ ഇത് 1.5 കോടി 2 കോടി രൂപയ്ക്കകത്ത് നിൽക്കേണ്ട പടമാണ്. 13 കോടി രൂപ, ഈ 13 കോടി രൂപ ചെലവാക്കിയെന്ന് ഡയറക്ടർ പറയുന്നത്. ഒരു പ്രൊഡ്യൂസർക്ക് അറിയാം എത്ര ചെലവായിരുന്നു, അയാളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞു എന്റെ ഇത്ര പൈസ. ഇവര് മുതലാക്കിയത് ഈ സിനിമ ലൊക്കേഷൻ പോയ കാര്യം മാത്രമായിരിക്കും, ചിലപ്പം ഈ സിനിമ ഷൂട്ടിങ്ങിന്റെ ആയിരിക്കും ചിലപ്പോൾ 13 കോടി രൂപ. ഞാൻ ഈ പറഞ്ഞത് ഈ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയപ്പോ റോൾസ് റോയ്സും ഹെലികോപ്റ്ററും ഒക്കെ ചിലപ്പോൾ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയി കാണും. അതിന് പൈസ എത്ര ആയി? അപ്പൊ അത് ഇത്രയായി. അപ്പൊ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോ തന്നെ നമുക്കിപ്പോ നമ്മുടെ ഇപ്പൊ എന്റെ സിനിമയ്ക്കകത്ത് ഏകദേശം ഒരു 3.5 രൂപയ്ക്കകത്ത് അത് തീർന്നു. അതിനകത്ത് അഭിനയിച്ചേക്കുന്ന അത്യാവശ്യം ആർട്ടിസ്റ്റുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ കുറെ സിനിമയുടെ ഇനി ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ ഇരുന്ന് പറയും. ഇനിയിപ്പം പല പൊട്ടിപ്പോയ പടങ്ങളും പ്രൊഡ്യൂസർ കുത്തുവാള എടുത്ത് എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ കയ്യിൽ നിന്നൊക്കെ ഞാനാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഞാൻ എന്റെ വായി നിട്ട് പറയല്ല. ഇനിയുണ്ട്, ഇനി പുറേ വരുന്നുണ്ട്, ഓരോരുത്തരുടെ ചരിത്രങ്ങൾ പറയുന്ന സിനിമ തന്നെ വരുന്നുണ്ട്. കൺട്രോളർ 3 സിനിമ കൺട്രോൾ ചെയ്തിട്ട് 4ാമത്തെ പടം പ്രൊഡ്യൂസ് ചെയ്ത ആടെ പേര് ഞാൻ അടുത്ത കുറെ എപ്പിസോഡ് വരുന്നുണ്ട്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസറിനെ എങ്ങനെയാണ് ഊമ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഊമ്പിക്കാനിരിക്കുന്നത്, ഇനി വരുന്നവരെ എങ്ങനെ ഊമ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ഓരോ സാധനം പുറേ വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം.